പി കെ ശശിയെ പോലുള്ളവർ UDF-ലേക്ക് പോകുന്നതാണ് നല്ലത്. ശശിക്കെതിരെ CPM വിശദീകരണ യോഗത്തിൽ PB അംഗം A. വിജയരാഘവൻ മണ്ണാർക്കാട് CPM വിശദീകരണ യോഗം നടത്തി. പുറത്താക്കിയത് വലിയ നേതാവിനെയല്ല, ഒരു ബ്രാഞ്ച് അംഗത്തെയാണെന്ന് വിജയരാഘവൻ പറഞ്ഞു. അരനൂറ്റാണ്ട് പ്രവർത്തിച്ചിട്ട് പുറത്തുപോകുന്നത് ബ്രാഞ്ച് അംഗമായി. ശശി ഉയർന്ന സ്ഥാനത്തുനിന്നും എന്നും താഴെത്തട്ടിലെത്തുന്ന നേതാവാണ്. ശശിയെ പാർട്ടി MLA ആക്കിയത് മണ്ണാർക്കാട് നിന്നല്ല, പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ നിന്നാണ്. മണ്ണാർക്കാട് നിന്നാൽ ശശി ജയിക്കുമോ? KTDC ചെയർമാൻ എന്ന നിലയിൽ പാർട്ടിക്ക് ഒരുപാട് ചെയ്തു തന്നിട്ടുണ്ട്. മണ്ണാർക്കാട് നിന്ന് ഒരു സഖാവും പുറത്തു പോകില്ല. ശശി നടത്തിയത് ഒരു ദിവസത്തെ ഗൂഢാലോചനയല്ല, നല്ല തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. ശശി കരുതിയത് താൻ മംഗലശ്ശേരി നീലകണ്ഠനാണെന്നാണ്. അദ്ദേഹം പരിഹസിച്ചു. പാർട്ടി നൽകിയ എല്ലാ സൗഭാഗ്യവും അനുഭവിച്ച് പാർട്ടി വിടുന്നതിന് 72 മണിക്കൂർ മുമ്പാണ് ശശി രാജി തന്നത്. അതേസമയം വർഗശത്രുവിന്റെ പാളയത്തിൽ പോകുന്നവരെ ആ രീതിയിൽ തന്നെ കാണും. ശശി പാർട്ടി വിട്ടാൽ ശശിക്ക് പോയി, പാർട്ടിക്ക് ഒരു നഷ്ടവുമില്ല. ദേശീയപാതയിൽ കേരളം വലിയ നേട്ടമുണ്ടാക്കി. വികസനം കണ്ട് പ്രതിപക്ഷം അന്തം വിട്ടു നിൽക്കുന്നുവെന്ന് വിജയരാഘവൻ പറഞ്ഞു. കേരളത്തിൽ ഏതെങ്കിലും മുസ്ലിമിന്റെ വീട് ബുൾഡോസർ ഉരുണ്ടിട്ടുണ്ടോ? VD സതീശൻ 2 കാര്യം പറയും, 3-ാം കാര്യം സസ്പെൻസ് എന്നാണ് പറയുക. സതീശന് അത് പറയേണ്ടി വരില്ല, പിണറായി തുടരും. കേന്ദ്രം പണം തന്നില്ല, കേരളം ധനകാര്യ മാനേജ്മെന്റിൽ മികവ് കാണിച്ചു. കിഫ്ബിയെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി പ്രതിസന്ധി മറിയുന്നു. പാർലമെന്റിലേക്ക് കോൺഗ്രസുകാർ ജയിച്ചത് കോൺഗ്രസിന്റെ നേട്ടം കൊണ്ടല്ല, ഇടതുപക്ഷത്തിനെതിരെ വലതുപക്ഷ ശക്തികൾ ഒന്നിച്ചിരിക്കുന്നു. കോൺഗ്രസിന് വർഗീയതകളോട് സന്ധി ചെയ്യുന്ന സമീപനമാണ്. എത്ര കോൺഗ്രസുകാരാണ് ഇന്ന് BJPയിൽ മുഖ്യമന്ത്രിയായിരിക്കുന്നത്? BJPയുടെ വളർച്ച കേരളത്തിൽ തടയുന്നത് CPM ആണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ തകർക്കാൻ BJP ശ്രമിക്കുന്നത്. പാർട്ടിയെ തകർക്കാൻ എല്ലാ വലതുപക്ഷവും ചായ്വുള്ള മാധ്യമങ്ങളും ശ്രമിക്കുന്നു. നുണയാണ് അവർക്ക് കൂട്ട്. ഇടതുപക്ഷക്കാർ ജാഗ്രതയോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട സമയമാണിത്. UTV ന്യൂസ്, പാലക്കാട്.